ഇയാളുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടോ ടിവിയില്? ആരാ കാണാത്ത? ആക്ച്വലി അശ്വിൻ 2 മാസം പോസ്റ്റ് കിട്ടിയെന്നുള്ളതല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു അശ്വിൻ വരുന്നുണ്ടെന്നല്ല. അശ്വിന് മാത്രം സസ്പെൻസ് ഉണ്ടായിരുന്നില്ല. ഗംഭീര ക്യാരക്ടറാണ്. സ്ക്രിപ്റ്റ് വായിച്ച ടീച്ചറെ കണ്ടിട്ടല്ലോ നമ്മള് എല്ലാവരും എനിക്കൊന്ന് സ്ക്രിപ്റ്റ് വായിച്ച എല്ലാവരും ചോദിച്ചിട്ട് അമലിന്റെ ക്യാരക്ടർ ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് എനിക്കൊന്ന് ഓഡിയൻസ് പറയാൻ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ അമലാണ് പടത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തല്ലേ ആദ്യ സിനിമയിൽ തന്നെ ഗംഭീര റോള് കിട്ടുക, അത് നല്ല ഡയറക്ടറിന്റെ കൂടെ. അടിപൊളി. അശ്വിനെ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ കാണുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് ഓർമ്മ വരുന്ന പെർഫോമൻസ് ഏതെന്നറിയാം? ഏതാ? ബാത്റൂമിൽ കലിപ്പന്റെ കാന്താരി എത്ര മില്യൺ പോയത്? കലിപ്പന്റെ കാന്താരി ഉണ്ട്. എത്ര മില്യൺ പോയ വീഡിയോ? അത് 8 മില്യൺ. നമുക്ക് മറ്റൊരു കലിപ്പന്റെ കാന്താരി മറ്റൊരു ഡയലോഗ് മറ്റേ ദരിദ്രനെ നോക്കിയൊരു സാധനം ഇറക്കാൻ പറ്റുമോ? കലിപ്പന്റെ കാന്താരി ഡയലോഗ് ഷോള് മര്യാദക്കേട് ഒരു കലിപ്പാവുന്ന സാധനം അതൊന്നും ഇറക്കാൻ പറ്റും. ഞങ്ങക്ക് തമ്പായെങ്കിൽ ആ സാധനം ദരിദ്രനെ നോക്കി എന്താ പറയാ ഡയലോഗ് പറഞ്ഞാൽ മതി. അപ്പൊ എന്താന്നറിയോ? ആക്ഷൻ പറയണോ? വേണ്ട, ഞാൻ പറഞ്ഞോളാം. മോളൂസേ, ചേട്ടൻ മോൾക്ക് തീരെ സ്വാതന്ത്ര്യം തരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? സ്ത്രീകൾക്ക് പൊതുവായിട്ട് വേണ്ടത് ഫ്രീഡം അല്ലേ ചേട്ടാ? ആ ഫ്രീഡം ഞാൻ തരും. മോളൂസ ഷോള് നേരിട്. അല്ല, ഷോള് നേരിട്. ഇതെനിക്ക് ഓക്കെ. പൊതിഞ്ഞ് കെട്ടി ഇവിടെ കാണാ, അവിടെ കാണാ, ഇവിടെ കാണി പൊതിഞ്ഞ് കെട്ടാൻ നോക്ക് ഷോള്. കരിപ്പാട് ഞെരപ്പ് ഞാൻ കടിച്ചു ബുള്ളറ്റില്ലേ, കട്ട താടില്ലേ. ഒരുപാട് റീൽസിലൊക്കെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അടിപൊളി. ഇതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ അശ്വിന് സ്കിറ്റില് അശ്വിൻ ഇപ്പം ഷോയിലൊന്നും ചെയ്യുന്ന മീറ്റർ അല്ല. ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ആരും, അതായത് അശ്വിൻ അത് ചെയ്യാൻ ആണെങ്കിൽ അശ്വിൻ ഓക്കെ ആയിരിക്കും. ഇപ്പം ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ആ മീറ്റർ ആയിരിക്കും. പക്ഷെ അതല്ലാത്തൊരു മീറ്ററിലാണ് അശ്വിൻ എല്ലാം ഫുൾ ഓഫ് ചെയ്തത്. അതാണ് അവന്റെ ആസ് എൻ ആക്ടർ. സത്യം പറഞ്ഞ സിനിമയിലേക്ക് വരുമ്പോ ഞാൻ ഇവരൊക്കെ പറയാൻ ചെയ്തത് എനിക്കിനെ കൺട്രോൾ ചെയ്യണം, ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞ് ചോദിച്ച് ഓരോ സിനിമ മുമ്പ് പോയി ക്ലിയർ ചെയ്തിട്ടാണ് നമ്മള്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇദ്ദേഹം സ്ക്രിപ്റ്റിനേക്കാൾ ഉപരി പുള്ളിക്കാൻ ഓൺ ദ സ്പോട്ടിന്റെ ആളാണ് കേട്ടിട്ടുണ്ട്. അതായത് കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് ഭയങ്കര റിസ്ക് ആയിരുന്നു ഒരു തരത്തിൽ സിനിമ. കാരണം ഇതിന് വ്യക്തമായ ഒരു ലാംഗ്വേജ് ഉണ്ട്, സ്ലാങ് ഉണ്ട്. അതെ, ഇവന് നമ്മൾ കാസ്റ്റ് ചെയ്യലില്ല. കാരണം ഈ ഓൺ ദ സ്പോട്ടിൽ ആ ക്യാരക്ടർ പറയുന്ന സാധനങ്ങൾ ഓൾറെഡി സ്ക്രിപ്റ്റിലും പിന്നെ നമ്മുടെ ഇതിന്റെ സ്ക്രിപ്റ്റ് വ്യക്തമായി എഴുതപ്പെട്ട സ്ക്രിപ്റ്റുകൾ ആണ്. ഹ്യൂമർ സൈഡ് പോലും വ്യക്തമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത്. നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ അധികം ഇല്ല സ്പേസ്. അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആണ്. കാരണം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും ഇല്ലേ? സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ചിരി വരും. എന്തായാലും നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ബട്ട് വൈ എന്നുള്ളതാണ് റൗണ്ടിന്റെ പേര്. ഈ കോമൺ ഓഡിയൻസിനെ ഈ പെർട്ടിക്കുലർ മൂവി കാണുന്ന സമയത്ത് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡൗട്ടാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ബട്ട് വൈ അതിനുള്ള വൈ എന്നുള്ള ആൻസറിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, പറയാൻ പറ്റുന്ന റിവീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. റൗണ്ടിന്റെ പേരെന്താ? ബട്ട് വൈ. ഓക്കെ, ചന്ദ്രികയായിട്ടേ നമ്മുടെ നിരഞ്ജനെ തന്നെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ട് പിക്ക് ചെയ്തതിന് പിന്നിൽ ബട്ട് വൈ? നിരഞ്ജന ഇതുവരെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ആർട്ടിസ്റ്റുമായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിരഞ്ജന ഇതുവരെ ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടില്ല. പുള്ളിക്കാരി എപ്പോഴും ഒരു ഒരു അർബൻ ക്യാരക്ടർ പരിപാടിയും വളരെ ബബ്ലി ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി കൺട്രോൾഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു ഇമേജ് ബ്രേക്കിംഗ് കൂടെ നടക്കുമെന്ന് തോന്നി. പിന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്ത് ഫെമിലിയർ ആയ ഒരാൾ ചെയ്യരുതെന്നുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഇല്ല, എഴുതിയപ്പോ ഇല്ലാതിരുന്ന 2 ക്യാരക്ടർ, ഐ മീൻ ആര് ചെയ്യുന്ന ഐഡിയ ഇല്ലാതിരുന്ന 2 ക്യാരക്ടേഴ്സ് ആണ്, ഫീമെയിൽ ക്യാരക്ടേഴ്സ് 2 പേരും. പക്ഷെ എഴുതി വന്ന് അവസാനം ലോട്ടറി അടിച്ചത് നമുക്കാണ്. ലോട്ടറി അടിച്ചത് ഒരു പരാതി ഉണ്ടായിരുന്നില്ല. അതായത് റിലേറ്റീവ്സ് മാത്രമേ നമ്മളെ വിളിക്കുന്നുള്ളൂ എന്നുള്ള ഒരു പരാതി. ഇതൊക്കെ മാറിയില്ല ഇപ്പൊ. അവരാകെ 2 ഇടത്തിലേ വിളിച്ചിട്ടുള്ളൂ. അല്ല, അങ്ങനെയല്ല. ബട്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് എല്ലാവർക്കും ചിന്തിക്കാൻ. എനിക്ക് ചെയ്തു തരാൻ പറ്റിയത് ആ ഒരു ലോഞ്ചും പിന്നെ ശേഷം ഒരു പടവുമാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്യണ്ടേ, എങ്ങോട്ടാ പോകണ്ടേ ഒരു, കാരണം നേരത്തെ 10th സ്റ്റാൻഡേർഡിലാണ് ഞാൻ ലോഹൻ ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അഭിനയിക്കുക എന്നുള്ളതേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും ഒരു ക്ലാരിറ്റി വരുന്നതൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഞാൻ
അത്രേ ഉള്ളൂ. നമ്മളൊന്നും അഞ്ചിലല്ല, അഞ്ചിലാണ്. അഞ്ചിലായിരിക്കണം. അടുത്ത പോവാ. എങ്കിലും ചന്ദ്രികയിലെ ഡയറക്ടറോട് എങ്കിലും എന്റെ ആദിത്യ എന്ന് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വിളിക്കേണ്ടി വരുന്നത് ഡാഷിന് വേണ്ടിയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളിക്കാരനുണ്ടായി അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടില്ല. ഇല്ല, ആദ്യത്തിന് ആക്ച്വലി എന്നോട് തോന്നാവുന്ന ഒരു കാര്യമായിരുന്നു. ആക്ച്വലി ഒന്നും മിണ്ടായിരിക്കുമോ എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊരു നാടൻ ഒരു വേഷം ചെയ്യുന്നതും ആദ്യമാണ്. ആദ്യത്തെ വളരെ ക്ലിയർ ആയിരുന്നു. അതായത് കഥ പറയുന്ന സമയത്ത് തന്നെ വളരെ ചന്ദ്രിക ഇന്ന രീതിയിലായിരിക്കും പെരുമാറുക, ഇന്ന രീതിയിലായിരിക്കും ചിരിക്കുക, ഇന്ന രീതി. ഹി വാസ് വെരി ക്ലിയർ അബൌട്ട് എവറിഥിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതെങ്ങനെയെങ്കിലും ആദിത്യൻ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം എവറി അതർ ടൈം ഞാൻ എന്ത് കഴിഞ്ഞാലും, എന്ത് മിനിമൽ ആയിട്ടുള്ള ഒരു സാധനം കഴിഞ്ഞാലും ആദ്യം ഓക്കെ ആയിരുന്നു, ആദ്യം ഫുള്ളി ഓക്കെ ആണോ, സാറ്റിസ്ഫൈഡ്. അപ്പൊ പറഞ്ഞു മടുത്തിട്ടുണ്ട്. അതായത് ഒരു ദിവസം പോലും ഉണ്ടല്ലോ ഞാൻ വിളിച്ചു ചോദിക്കും, ഉദ്ദേശിച്ച പോലെ ആയിട്ടുണ്ടോ, എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എനിക്ക് തന്നെ ഞാൻ ഉടക്കുന്ന പോലെ എനിക്ക് തോന്നിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പം ആദിത്യനാണ് ആക്ച്വലി തോന്നാൻ സാധ്യത. എല്ലാവരും അവരുടേതായ പരിപാടികൾ, എല്ലാവരും ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു ക്യാരക്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത്. എല്ലാവർക്കും ഇത് ഏറ്റവും ബെസ്റ്റിൽ എത്തിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കാസ്റ്റ് ആൻഡ് ക്രൂവിന്. സോ ആ ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ അശ്വിൻ മോഹനിലേക്ക് വന്നു കഴിഞ്ഞാൽ അശ്വിനെ ഏതെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ആളെന്തെങ്കിലും ഒക്കെ ഒരു കുരുത്തക്കേട് ഒപ്പിച്ച് കാണുമല്ലോ ലൊക്കേഷനിൽ. അശ്വിൻ എല്ലാവരുടെയും സ്റ്റാർ ആയിരുന്നു. അശ്വിൻ വന്ന് തകർത്ത് പെർഫോം ചെയ്ത് എല്ലാവരും അശ്വിന്റെ പെർഫോമൻസ് കണ്ടോ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് അശ്വിൻ കൊണ്ടുപോയത്. ഇത് കഴിഞ്ഞിട്ട് സെറ്റാക്കാം. അശ്വിൻ ലൊക്കേഷനിൽ ഉണ്ടെങ്കിലേ നമ്മൾ ഏറ്റവും കൂടുതൽ പുള്ളിയോട് ആവർത്തിച്ച് പറയേണ്ട കാര്യം ഡാഷാണ്. അശ്വിനേട്ടനോട് അങ്ങനെ ആവർത്തിച്ച് അശ്വിനേട്ടനാണോ? അവനെ തന്നെ അശ്വിനേട്ടൻ നമ്മൾ കാണുമ്പോ ഭയങ്കര കൊച്ചുകുട്ടിയെ പോലെ തോന്നുമെങ്കിലും പ്രായം നമുക്ക് അധികമുണ്ട്. കൊള്ളും കേട്ടോ പ്രായം. പ്രായം കൂടുതൽ. ഞാൻ ഇളയതാണ്, കുഞ്ഞാ. പക്ഷെ ഞാൻ ബഹുമാനം കൊണ്ട് എനിക്ക് 2 +2 ഉണ്ട്. രണ്ടാമത്തെ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് 20 വയസ്സ്. എന്റെ കൂടെ പഠിക്കുന്ന ഒരു 16-17 വയസ്സ്. അപ്പൊ എന്നെ എല്ലാവരും അശ്വിനേട്ടൻ. അപ്പൊ അവിടുത്തെ കഥകൾ പറഞ്ഞ് ഞാൻ സ്വയം അശ്വിനേട്ടനായിരുന്നു. ഇവൻ പറയുമ്പോഴും ഇവൻ അശ്വിനേട്ടൻ തന്നെയാണ്. അശ്വിനേട്ടൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അശ്വിനേട്ടൻ എല്ലാം കറക്റ്റ് സമയത്ത് നമ്മുടെ കമ്പനി നടനായിരുന്നു. നമുക്ക് ഗ്യാപ്പൊക്കെ വന്നു. അശ്വിന 6 മണി നമ്മളെത്തുന്ന വേഷനെടുത്തു. ഭയങ്കര പങ്ക്ച്വാലിറ്റി ആയിരുന്നു. പങ്ക്ച്വാലിറ്റി കാരണം അവിടെ നിന്ന് ഒരു വണ്ടിയല്ലോ കയറി വരണം. ഷൂട്ടിന് 5:30 വരുന്ന ഒരു ഏക കാരണം അശ്വിന്റെ സ്റ്റേ ചെയ്യുന്ന ഒരു വണ്ടിയേ ഉള്ളൂ. അശ്വിന്റെ ഡയലോഗ്സ് ഒക്കെ നമ്മള് തെറിച്ചു പോകും. ഞാൻ പോയി നിൽക്കുക. ഇല്ല, അശ്വിൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു. ഇപ്പൊ ഷൂട്ട് ചെയ്യാനൊക്കെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ലേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അശ്വിന്റെ പരിപാടികൾ ചെയ്യാം. അതായത് നമ്മുടെ ടീമിൽ ഒരാളെ പോലെ തന്നെയാണ് അശ്വിൻ. ഇപ്പൊ ഡയറക്ഷൻ ടീമിൽ ഒരാളെ പോലെ തന്നെയാണ് അശ്വിൻ നമ്മുടെ കൂടെ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അശ്വിന്റെ ക്യാരക്ടറിൽ വർക്ക് ചെയ്യാനൊക്കെ നമുക്കൊരു പെർട്ടിക്കുലർ ഫ്രീഡം ഉണ്ടായിരുന്നു. അശ്വിന് അത്രയും ഫ്ലെക്സിബിൾ നടനായിരുന്നു. വെള്ളം പോലെ അല്ലെ, ബോട്ടിലിന്റെ ഷേപ്പിനനുസരിച്ച് അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞായിരുന്നു. ഗൂഗിൾ പേ ചെയ്തൊന്നും ഇന്ന് മിക്കവാറും അക്കൗണ്ടായിട്ട് രാത്രിയാ. സിനിമയുടെ ടീസർ ഔട്ടാക്കിയ സമയത്ത് കാര്യമായിട്ട് ആ സിനിമയെ പറ്റി ആർക്കും വലിയ പിടി കിട്ടരുത് എന്നുള്ളൊരു സൈക്കോളജിക്കൽ മൂവ് എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്റെ സൈക്കോ. അപ്പൊ അതാണ് ടീച്ചർ നോക്കിട്ട് ഒന്നും ഊഹിക്കാൻ പറ്റുന്നില്ല. ഉള്ളിലുള്ള ഒരു സൈക്കോ നമ്മള് ഇതില് ഓഡിയൻസിനോട് കൂടെയാണ് നമ്മളിത് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഇതില് എന്താ പറയാ സീനിലുള്ള ഹ്യൂമറും അതുപോലെ സിറ്റുവേഷണൽ ഹ്യൂമറും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന്റെ കഥ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഭവമാണ്. ഇപ്പോൾ ആവറേജ് അമ്പിളി അങ്ങനെയുള്ള നമ്മുടെ മുൻപത്തെ വർക്ക്സ് വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു രീതിയിലുള്ള വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡ്രാമ കണ്ടന്റോ ഒന്നുമല്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള വളരെ മുമ്പ് പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണിത്. പക്ഷെ ഇത് നമ്മുടെ രീതിയിൽ നമ്മൾ പറയുന്നു. നമ്മുടേതായ നമ്മൾ ഈ പടത്തിന്റെ അകത്ത് തന്നെ നമ്മൾ ക്ലീശകൾ ബ്രേക്ക് ചെയ്യാൻ, ക്ലീശ പറഞ്ഞിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. അങ്ങനെയുള്ള ഭയങ്കര എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമായിരുന്നു അത് മേക്ക് ചെയ്യാൻ. കാരണം എനിക്കെന്താ അറിയാം, ഓക്കെ ഈ പറയാൻ പോകുന്ന ഡയലോഗ് ക്ലീശ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ഡയലോഗായിട്ട് അതിന്റെ പ്രധാന ഏരിയയാണ് ഇരകളിലൊന്നാണ്. അപ്പൊ അശ്വിനെ കൊണ്ട് നമ്മൾ അത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ബേസിലേട്ടന്റെ ക്യാരക്ടർ അങ്ങനെ വന്നതാണ്. ബേസിലേട്ടന്റെ ക്യാരക്ടർ അങ്ങനെ കുറച്ച് പറഞ്ഞിട്ടുള്ള കഥയായതുകൊണ്ട് അതിനൊരു ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബേസിലേട്ടന്റെ ക്യാരക്ടർ ആ ഒരു റൂട്ട് പിടിച്ചു. സോ അങ്ങനെ
എന്തായാലും നമ്മൾ എക്സൈറ്റഡ് ആണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മലയാളികൾക്ക് അധികം അറിയാത്ത ഒരു കാര്യമുണ്ട്. അതായത് നമ്മളൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് ആരാധിച്ച ഒരു കഥാപാത്രമാണ് നമ്മളുടെ ലാലേട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടർ ദേവാസുരത്തിലെ. ഞാൻ ഇന്നാണ് ആക്ച്വലി അറിയുന്നത് അത് റിയൽ ലൈഫ് ക്യാരക്ടർ ആയിരുന്നു. താങ്കളുടെ അപ്പൂപ്പന്റെ സ്റ്റോറി അത് ആക്ച്വലി ആ സിനിമയായിരുന്നു എന്നുള്ളത്. ഇതെങ്ങനെ അപ്പൊ ആ സിനിമ സംഭവിക്കുന്നത് എങ്ങനെയായിരുന്നു? സിനിമ സംഭവിക്കുന്നത് അശ്വിൻ അറിയായിരുന്നു ആ കാര്യം? ഇല്ല. രാവിലെ നിനക്ക് അറിയില്ലല്ലോ പിന്നെ നീ ഇങ്ങനെ തല വെറുതെ റിയാക്ഷൻ ഇട്ടത് ബോറടിച്ചത് എന്തൊക്കെയോ പറയുന്ന ഞാൻ ആ ക്യാരക്ടർ പുള്ളിക്കാരത്തിൽ അപ്പൂപ്പനായിരുന്നു, അമ്മയുടെ അച്ഛൻ. അപ്പം രഞ്ജിത്ത് ബാലകൃഷ്ണൻ രഞ്ജിമാമ വീട്ടില് വന്നുകൊണ്ടിരുന്ന സമയത്ത് പോസിബിൾ ഞാൻ ആ സമയത്ത് ഇല്ല. അപ്പം പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ എനിക്കേ ഉള്ളൂ. അപ്പൊ അവര് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും ഇവരുടെ ലവ് സ്റ്റോറി എങ്ങനെയാണ് മുത്തശ്ശനും അമ്മമ്മയും കല്യാണം കഴിച്ചത് എന്നുള്ളത് പോസിബിളി ആ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഏതോ ഒരു പോയിന്റിൽ രഞ്ജുമാമ പറയാനുണ്ടായത് ഇങ്ങനെ ഞാനിത് കഥയാക്കാണ്, ഞാനിത് ഇങ്ങനെ ഐ വി ശശി സാറ് ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്, ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പം ഒബ്വിയസ്ലി ഓക്കെ ആയിരുന്നു എല്ലാവരും. കാരണം അങ്ങനെ ഒരു ഇങ്ങനെ വലിയൊരു ഹിറ്റ് ആവുന്നോ അല്ലെങ്കിൽ ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നൊന്നും അപ്പൊ ആലോചിക്കാൻ പറ്റില്ലല്ലോ. ശേഷം എനിക്ക് തോന്നുന്നു അമ്മയ്ക്കും കൂടെ അറിയണ്ടായിരുന്നില്ല അവരുടെ കഥയായിരുന്നു എന്ന്. കോളേജിൽ പോയി കഴിഞ്ഞ് ഇവര് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അമ്മ ഇൻസ്റ്റന്റ് ആയിട്ട് പറഞ്ഞു എന്തൊരു ബോറ് പടാ രഞ്ജേട്ടാ, ഫുൾ ടൈം ഇടി അടി പൊട്ടപ്പടം എന്ന് പറഞ്ഞ അമ്മ ഇറങ്ങിപ്പോയത് ഈവൻ വെൻ ഷീ വാസ് വാച്ചിങ് ദ ഫിലിം. അപ്പൊ പിന്നെ കോളേജിൽ പോയി കുറെ നാൾ കഴിഞ്ഞ് ഇവരുടെ ഒരു കവർ വന്നു, മുത്തശ്ശന്റെയും അമ്മമ്മയുടെയും കവറും പിന്നെ ആ പടത്തിലെ സ്റ്റില്ലും വരുമ്പോഴാണ് അറിയുന്നത് ഇതിങ്ങനെയാണ് എന്ന്. സോ അത്ര അൺഅവെയർ ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ നിന്നാണ് കഥ ഉണ്ടായിട്ടുള്ളത്. അതെ ഡാൻസർ ആയിരുന്നു. പക്ഷെ ആ സീൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻ മുണ്ടക്കൽ ശേഖരൻ അങ്ങനെ ഒരു പക്ഷെ മുത്തശ്ശന്റെ സ്വഭാവം അതേ അപ്പടിയായിരുന്നു. എനിക്ക് പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ കുറച്ചും കൂടെ നന്നാക്കി കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് അതിലും ഒരുപാട് കുരുത്തക്കേട് ഒപ്പിക്കുമായിരുന്നു പുള്ളി. ഫുൾ എന്താ കുഴപ്പം പിടിച്ചൊരു മനുഷ്യനായിരുന്നു. അല്ല യു എസ് ഓൾസോ ഒരു അൺഅപ്പോളജറ്റിക് അബൌട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാ എന്താണോ നന്നാവാത്ത ചോദിച്ചാ ഞാൻ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. പക്ഷെ അവര് ഭയങ്കര അതേപോലെ അമ്മമ്മയും മുത്തശ്ശനും ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും സിങ്കുള്ള കപ്പിളുമാണ്. അമ്മമ്മ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കൊന്നുമില്ല എന്ന് പുള്ളിന്റെ അടുത്ത് തന്നെ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ എവിക്ഷൻ നടക്കുകയും വീട്ടിൽ കൊണ്ട് പാർപ്പിക്കലും അതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. അമ്മമ്മയുടെ വീഡിയോ ഒക്കെ കണ്ടല്ലോ. പിന്നെ